പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. തണ്ണീർത്തട നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തി മിണാലൂരിൽ വ്യാപകമായി പാടശേഖരങ്ങളും നീർച്ചാലുകളും മണ്ണിട്ടു നികത്തുന്നതായി പരാതി. പത്താഴക്കുണ്ട് അണക്കെട്ടിന്റെ പ്രധാന നീർച്ചാലുകൾ കടന്നുപോകുന്ന പാടശേഖരങ്ങളിലാണ് സ്വകാര്യ വ്യക്തികൾ മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും തള്ളി നികത്തൽ തുടരുന്നത്. സംഭവത്തിൽ അധികൃതർ പുലർത്തുന്ന വിചിത്രമായ മൗനത്തിനെതിരെ കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പെരിങ്ങണ്ടൂർ, അത്താണി, അവണൂർ, മിണാലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർ കൃഷിക്കായി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ നീർച്ചാലുകളെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണം നടത്തിയ മിണാലൂർ തോട്ടിലേക്കാണ് ഈ ജലസ്രോതസ്സുകൾ ഒഴുകിയെത്തുന്നത്. എന്നാൽ നിർമ്മാണ അനുമതിയുണ്ടെന്ന വ്യാജേന ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, തടികൾ, കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ, മോശം മണ്ണ് എന്നിവ ഉപയോഗിച്ചാണ് നിലം നികത്തുന്നത്. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും വഴിതെളിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുൻപ് സമീപത്തുള്ള ചെറിയ കുന്നിൽ നടന്ന കുന്നിടിക്കലിനെതിരെ ജനകീയ സമരം വിജയം കണ്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പാടശേഖരങ്ങൾ കയ്യേറുന്നത്. നീർച്ചാലുകൾ നികത്തുന്ന പ്രവൃത്തി അടിയന്തരമായി തടയണമെന്നാവശ്യപ്പെട്ട് റവന്യൂ കൃഷി വകുപ്പ് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കർഷകർക്ക് ഏറെ പ്രയോജനകരമായ കൈത്തോടുകൾ ഇല്ലാതാക്കുന്ന നികത്തൽ പ്രവൃത്തിക്കെതിരെ അധികൃതർ ഉറക്കം നടിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭ മിണാലൂർ ഡിവിഷൻ കൗൺസിലർ PB പീതാംബരൻ പറഞ്ഞു. നമ്മുടെ മിണാലൂര് ബൈപ്പാസ് പ്രദേശത്ത് കാലങ്ങളായി കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് നമ്മുടെ ഈ ഹൈവോട് ചേർന്നിട്ടുള്ള മണ്ണിട്ട് നികത്തുന്ന സ്ഥലം. വർഷങ്ങളായി കൃഷിക്കാരുടെ ആശാകേന്ദ്രമായ കൃഷിഭൂമി നല്ലവണ്ണം കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇടക്കാലത്ത് വെച്ച് ഒരു പ്രൈവറ്റ് പാർട്ടി അത് വേറെ ആൾക്ക് കൊടുത്തതിന് ശേഷം അതങ്ങനെ കാലങ്ങൾക്ക് ശേഷം അത് കിടക്കായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അത് അനുമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മണ്ണിട്ട് നികത്തൽ പരിപാടി ആരംഭിച്ചു. അപ്പൊ നമ്മൾ ആ മണ്ണിട്ട് നികത്ത് കഴിഞ്ഞപ്പോ സാധാരണ നമ്മൾ പാടത്ത് മണ്ണിട്ട് നികത്താൻ അനുമതി കൊടുക്കാറില്ല. അപ്പൊ അതിന്റെ വശങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ തഹസിൽദാർ മുതൽ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ എല്ലാവർക്കും നമ്മൾ പരാതി എന്ന രീതിയിൽ ആ ഓഫീസർമാരുടെ മുന്നിൽ എത്തുകയുണ്ടായി. അപ്പൊ അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഈ സ്ഥലം, ഈ മണ്ണിട്ട് നികത്തുന്ന സ്ഥലം RDO അനുമതി കൊടുത്തു, നിലവിലുള്ള സ്ഥലത്തിന്റെ പകുതി സ്ഥലം അനുമതി കൊടുത്തു എന്നാണ് പറയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും നമുക്ക് ഈ സ്ഥലത്ത് ഒരുപാട് ആശാകേന്ദ്രമായ തൊട്ടടുത്തുള്ള ഒരു കൈച്ചാല് പോകുന്നുണ്ട്. ഈ മണ്ണിട്ട് നികത്തോട് കൂടി ആ കൈച്ചാല് മൂടിപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 സ്ഥലങ്ങളിലേക്കാണ് പെരിങ്ങണ്ടൂർ, മുണ്ടത്തിക്കോട്, മിണാലൂർ പ്രദേശങ്ങളിലെ കൃഷിക്കാരുടെ ആശാകേന്ദ്രമായ ആ തണ്ണീർ നമ്മുടെ ഈ കൈച്ചാല് അടഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത് തണ്ണീർത്തട ഭൂമിയാണ്. ഈ തണ്ണീർത്തട ഭൂമിക്കകത്ത് ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാവാൻ ഏറെ സാധ്യതയുള്ള മേഖലയ്ക്കകത്ത് ഇങ്ങനെ മണ്ണിട്ട് നികത്ത് തീർച്ചയായും അത് പ്രതിഷേധമാണ്. കാരണം ഈ പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ പ്രളയം വന്ന് വെള്ളക്കെട്ടുണ്ടായി വീടുകളിലേക്ക് വെള്ളം കയറി ഒരുപാട് ദുരിതം അനുഭവിച്ച മേഖലയാണ്. ആ മേഖലയ്ക്കകത്താണ് തീർച്ചയായും ഇത്തരം കൃഷിഭൂമിയോട് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ മണ്ണിട്ട് നികത്താൻ അധികാരികൾ അനുമതി കൊടുത്തത്. നീർച്ചാലുകൾ നികത്തിയുള്ള ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ലെന്നും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് പ്രദേശവാസികളുടെയും കർഷകരുടെയും പ്രധാന ആവശ്യം. You are watching VCV News.